ബംഗാളിൽ ആർജികർ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ കുടുംബത്തോട് ആദ്യഘട്ടത്തിൽ പോലീസ് അറിയിച്ചത് മകൾ ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നുവെന്ന് കുടുംബം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണമെന്നും മകൾ ആത്മഹത്യ ചെയ്തുവെന്നും അറിയിച്ചായിരുന്നു ആശുപത്രിയിൽ നിന്ന് കോൾ വന്നത് എന്ന് കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവ് പറഞ്ഞു. എന്നാൽ 3 മണിക്കൂറോളം ആരെയും അകത്ത് കടത്താതെ പുറത്തു കാത്തുനിർത്തിയെന്നും കുടുംബം ആരോപിച്ചു. ആദ്യഘട്ടത്തിൽ ആത്മഹത്യ എന്ന് വരുത്തി തീർത്ത കൊൽക്കത്ത പോലീസ് പിന്നീട് തിരുത്തുകയായിരുന്നു. മകളെ ഒരു നോക്ക് കാണണമെന്ന ആശുപത്രി അധികൃതരോട് വനിതാ ഡോക്ടറുടെ മാതാപിതാക്കൾ കീണപേക്ഷിച്ചു. എന്നാൽ അവർ 3 മണിക്കൂറോളം മാതാപിതാക്കളെ കാത്തുനിർത്തിയെന്നും ഡോക്ടറുടെ ബന്ധു പറഞ്ഞു. 3 മണിക്കൂറിന് ശേഷം അകത്തേക്ക് പോകാൻ പിതാവിനവർ അനുമതി നൽകി. അകത്തേക്ക് പോയി തിരിച്ചെത്തിയ പിതാവിന്റെ ഫോണിൽ മകളുടെ ഫോട്ടോ എടുക്കാൻ അനുവദിച്ചിരുന്നു. അവളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അവളുടെ കാലുകൾ 90 ഡിഗ്രിയിൽ വളഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇടുപ്പെല്ല് പൊട്ടാതെ ഇത്തരത്തിൽ സംഭവിക്കില്ല എന്ന് ഡോക്ടറുടെ ബന്ധു ഒരു മാധ്യമത്തോട് പറഞ്ഞു. കൊലപാതകത്തിൽ സംശയങ്ങളും അഭ്യൂഹങ്ങളും ബാക്കിയാവുകയാണ്. കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റോയ്ക്ക് ഒറ്റയ്ക്ക് കൃത്യം നടത്താനാകുമോ എന്ന സംശയവും സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില ഓഡിയോ ക്ലിപ്പുകളുമാണ് ചർച്ചയാകുന്നത്. അതേസമയം നിലവിൽ സഞ്ജയ് റോയ് മാത്രമാണ് കേസിൽ പ്രതിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മറ്റാർക്കെങ്കിലും കേസിൽ പങ്കുണ്ടോ എന്നത് ഇതുവരെ വ്യക്തമല്ല എന്നും പോലീസ് പറയുന്നു. കേസ് സിബിഐക്ക് വിട്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള സിബിഐ സംഘം ബുധനാഴ്ച കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തി. സിബിഐ സംഘത്തോടൊപ്പം ഫോറൻസിക് ഉദ്യോഗസ്ഥരും മെഡിക്കൽ വിദഗ്ധരുമുണ്ട്. ഇവർ സംഭവസ്ഥലം സന്ദർശിച്ച കൊൽക്കത്ത പോലീസുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം ആർജികർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ സംശയങ്ങളും അഭ്യൂഹങ്ങളും ബാക്കിയാണ്. മറ്റാർക്കെങ്കിലും കേസിൽ പങ്കുണ്ടോ എന്നത് ഇതുവരെ വ്യക്തമല്ല എന്ന് പോലീസ് പറയുന്നു. വനിതാ ഡോക്ടറെ ഉപദ്രവിച്ച് കൊലപ്പെടുത്താൻ സഞ്ജയ് റോയ്ക്ക് ഒറ്റയ്ക്ക് കഴിയുമോ എന്നതാണ് സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന സംശയം. അരമണിക്കൂറിനുള്ളിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇതെല്ലാം എങ്ങനെ ചെയ്തുവെന്നതും ചോദ്യമാണ്. മാത്രമല്ല, അരമണിക്കൂറോളം ഉപദ്രവിച്ചിട്ടും വനിതാ ഡോക്ടർ നിലവിളിക്കുന്നത് ആശുപത്രി കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മറ്റാരും കേട്ടില്ല എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. ഇതിനിടെയാണ് സംഭവത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പും പ്രചരിക്കുന്നത്. കൊലപാതകം നടന്ന ആർജികർ മെഡിക്കൽ കോളേജിലെ ഇന്റേണും മറ്റൊരു ആശുപത്രിയിലെ PG ട്രെയിനി ഡോക്ടറും തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്ന പേരിലാണ് ഈ ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നത്. പക്ഷേ ഇതു സംബന്ധിച്ച് സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട PG ഡോക്ടർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും ആർജികർ ആശുപത്രിയിലെ ഇന്റേൺ ഇതു സംബന്ധിച്ച് വിശദീകരിക്കുന്നതുമാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത്. കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റോയ് ബലിയാടാണെന്നും ഇതെല്ലാം തങ്ങൾ മറന്നുപോകണമെന്നാണ് അധികൃതരുടെ ആവശ്യമെന്നുമാണ് ഇയാൾ സംഭാഷണത്തിൽ പറയുന്നത്. ഒരാൾ മാത്രം ഉപദ്രവിച്ചാൽ സംഭവിക്കുന്ന മുറിവുകളല്ല വനിതാ ഡോക്ടറുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. കുറഞ്ഞത് 2 അല്ലെങ്കിൽ 3 പേർ ചേർന്ന് ഉപദ്രവിക്കാമെന്നും ഇവർ പറയുന്നുണ്ട്. ആരെയാണ് സംശയമെന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വിദ്യാർത്ഥിയെ സംശയമുണ്ട് എന്നും അയാളെ സംരക്ഷിക്കാനായി പല കളികളും നടക്കുന്നുണ്ട് എന്നും ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം ഈ ഓഡിയോ ക്ലിപ്പിൽ വസ്തുതയില്ല എന്നും ഇത്തരം അഭ്യൂഹങ്ങൾ ചെവികൊള്ളരുതെന്നുമായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.